ഇപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഒരു വ്യക്തി എപ്പോഴും നല്ല വസ്ത്രം ധരിക്കുന്നു, മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുണ്ട്, വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു, ആളുകളോട് മാന്യമായി പെരുമാറുന്നു. ഇത്രമാത്രം കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നും? മിക്ക ആളുകളും പറയും, ഇയാൾ നല്ല മനുഷ്യനാണ്, സത്യസന്ധനായിരിക്കുന്നു, വിശ്വസിക്കാവുന്ന ആളാണ്. പക്ഷെ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഈ നിഗമനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ലേ ഇല്ല. നിങ്ങൾ കണ്ടത് ഏതാനും നല്ല ഗുണങ്ങൾ മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ തലച്ചോർ അതിനെ വികസിപ്പിച്ച് ആ വ്യക്തിയുടെ മറ്റു ഗുണങ്ങളും നല്ലതാണെന്ന് സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഹാലോ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഹാലോ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശവളയം എന്നാണ്. ചിത്രങ്ങളിൽ ദേവന്മാരുടെയോ വിശുദ്ധരുടെയോ തലയ്ക്ക് ചുറ്റും ഒരു പ്രകാശവളയം കാണിക്കുന്നത് പോലെ ഒരു നല്ല ഗുണം ഒരു വ്യക്തിയുടെ മുഴുവൻ വ്യക്തിത്വത്തിനും ഒരു പ്രകാശവളയം സൃഷ്ടിക്കുന്നു. അതിനുശേഷം നമ്മുടെ തലച്ചോർ ആ വ്യക്തിയുടെ മറ്റു ഗുണങ്ങളെയും അതേ പ്രകാശത്തിൽ കാണാൻ തുടങ്ങുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരു കമ്പനിയിൽ 2 ഉദ്യോഗാർത്ഥികൾ ഇൻ്റർവ്യൂവിന് എത്തി. ആദ്യത്തെ ഉദ്യോഗാർത്ഥി വളരെ വൃത്തിയായി വസ്ത്രം ധരിച്ചിരുന്നു. ആത്മവിശ്വാസത്തോടെ അയാൾ സംസാരിക്കുന്നു. പുഞ്ചിരിയോടെയാണ് ഓരോ ചോദ്യത്തിനും മറുപടി നൽകുന്നത്. രണ്ടാമത്തെ ഉദ്യോഗാർത്ഥിക്ക് ചെറിയൊരു പരിഭ്രമമുണ്ട്. സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വാക്കുകൾ തടയുന്നു. പക്ഷേ ജോലിയെക്കുറിച്ചുള്ള അറിവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളിൻ്റെ മനസ്സിൽ ആദ്യ ഉദ്യോഗാർത്ഥിയെക്കുറിച്ച് ഒരു നല്ല ചിത്രം രൂപപ്പെടാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ചതുകൊണ്ടല്ല, മറിച്ച് ആദ്യത്തെ നല്ല പ്രതിച്ഛായയാണ് മറ്റു ഗുണങ്ങളെയും നല്ലതായി തോന്നിച്ചത്. ഇത് വെറും ജോലിസ്ഥലത്ത് മാത്രമല്ല, സ്കൂളിലും ഇത് സംഭവിക്കും. ഒരു വിദ്യാർത്ഥി എപ്പോഴും വൃത്തിയായി വരുന്നു, വിനയത്തോടെ സംസാരിക്കുന്നു. അധ്യാപകർ അറിയാതെയാണെങ്കിലും അവൻ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവനാണെന്ന് കരുതാൻ സാധ്യതയുണ്ട്. വീട്ടിലും ഇത് സംഭവിക്കാറുണ്ട്. ഒരു ബന്ധു എല്ലാവരോടും മധുരമായി സംസാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ തീരുമാനങ്ങളും ശരിയാണെന്ന് കുടുംബം കരുതിയേക്കാം. പിന്നീട് വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി അറിഞ്ഞ സംഭവങ്ങൾ നമ്മൾ വാർത്തകളിൽ ഇതുപോലെ കണ്ടിട്ടില്ലേ? അതുപോലെ സിനിമാ താരങ്ങളുടെയും പ്രശസ്തരുടെയും കാര്യത്തിൽ ഹാലോ എഫക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നടൻ മികച്ച അഭിനയമാണ് കാഴ്ചവെക്കുന്നത്. ഉടനെ ചില ആരാധകർ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും അത്ര തന്നെ മികച്ചതായിരിക്കുമെന്ന് കരുതുന്നു. എന്നാൽ നല്ല അഭിനയം എന്നത് ഒരു സ്വഭാവത്തിൻ്റെ തെളിവല്ല. അതുപോലെ സുന്ദരമായ രൂപം എന്നത് സത്യസന്ധതയുടെ തെളിവുമല്ല. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കണം. ഹാലോ എഫക്റ്റ് എന്നത് എല്ലാവരും തെറ്റായി ചിന്തിക്കുന്നു എന്നല്ല, മറിച്ച് നമ്മുടെ തലച്ചോർ വിവരങ്ങൾ കുറവായിരിക്കുമ്പോൾ ഒരു നല്ല ഗുണത്തെ അടിസ്ഥാനമാക്കി ബാക്കി വിവരങ്ങൾ ഊഹിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ശരിയായിരിക്കാം, പക്ഷേ പലപ്പോഴും തെറ്റായ തീരുമാനങ്ങളിലേക്കും ഇത് നയിക്കാറുണ്ട്. അതിനാൽ ജീവിതത്തിൽ ഒരാളെ വിലയിരുത്തുമ്പോൾ ഒരു ഗുണം മാത്രം നോക്കി മുഴുവൻ വ്യക്തിത്വവും തീരുമാനിക്കരുത്. ഒരാളുടെ പുഞ്ചിരി അയാളുടെ സ്വഭാവമല്ല. ഒരാളുടെ വസ്ത്രധാരണം അയാളുടെ സത്യസന്ധതയുടെ തെളിവല്ല. ഒരാളുടെ സംസാരശൈലി അയാളുടെ മനസ്സിൻ്റെ കണ്ണാടിയുമല്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കണമെങ്കിൽ അയാൾ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു എന്ന് കാണണം. സമയം നൽകണം. അനുഭവം ശേഖരിക്കണം. കാരണം ഒരു പ്രകാശവളയം കണ്ണുകളെ ആകർഷിച്ചേക്കാം. എന്നാൽ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ മൂല്യം അറിയാൻ ആ പ്രകാശവളയത്തിനപ്പുറം നോക്കാൻ പഠിക്കണം. ഇനി നമുക്ക് 4ാമത്തെ ഭാഗമായ ഹോൺ എഫക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു ചെറിയ കുറവ് എങ്ങനെ ഒരു നല്ല മനുഷ്യനെയും മോശക്കാരനായി കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് ഹാലോ എഫക്റ്റ് ആയിരുന്നു. ഒരു നല്ല ഗുണം കണ്ടാൽ ആ വ്യക്തിയുടെ ബാക്കി ഗുണങ്ങളും നല്ലതായിരിക്കുമെന്ന് നമ്മുടെ തലച്ചോർ വിശ്വസിക്കുന്ന പ്രവണത. ഇപ്പോൾ അതിൻ്റെ നേർവിപരീതമായ ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ഹോൺ എഫക്റ്റ്. ഈ പ്രതിഭാസം മനസ്സിലാക്കാൻ ആദ്യം ഒരു ചെറിയ കഥ പറയാം. ഒരു കമ്പനിയിൽ പുതിയ ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ചു. ആദ്യത്തെ ദിവസം ഓഫീസിലെത്താൻ അദ്ദേഹത്തിന് 5 മിനിറ്റ് വൈകി. കാരണം വഴിയിൽ വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓഫീസിലെ മാനേജർ അത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ
മനസ്സിൽ ഉടനെ ഒരു ചിന്ത വന്നു. ഇയാൾ സമയനിഷ്ഠയില്ലാത്ത വ്യക്തിയായിരിക്കണം. അടുത്ത ദിവസം ആ ജീവനക്കാരൻ തൻ്റെ ജോലി വളരെ കൃത്യമായി ചെയ്തു. 3-ാം ദിവസം മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്തു. 4-ാം ദിവസം സഹപ്രവർത്തകരെ സഹായിക്കുകയും ചെയ്തു. എന്നിട്ടും മാനേജറുടെ മനസ്സിൽ ആദ്യ ദിവസം രൂപപ്പെട്ട ധാരണ മാറിയില്ല. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരാളെക്കുറിച്ച് ഒരിക്കൽ ഒരു നെഗറ്റീവ് അഭിപ്രായം രൂപപ്പെട്ടാൽ പിന്നീട് കാണുന്ന കാര്യങ്ങളെപ്പോലും അതേ കണ്ണിലൂടെ കാണാൻ തുടങ്ങും. ഇതാണ് ഹോൺ എഫക്റ്റ്. ഒരു ചെറിയ കുറവ് മാത്രം കണ്ടാലും ആ വ്യക്തിയുടെ മുഴുവൻ സ്വഭാവവും മോശമാണെന്ന് നാം അറിയാതെ വിശ്വസിക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രയോ തവണ സംഭവിക്കുന്നുണ്ട് എന്നറിയാമോ? ഉദാഹരണത്തിന്, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിയെ ശകാരിച്ചു. അത് കണ്ട ചില കുട്ടികൾ ഉടൻ തീരുമാനിക്കുകയാണ്, സാർ വളരെ വലിയ ദേഷ്യക്കാരനാണ്. പക്ഷേ അവർക്കറിയില്ല അന്നേ ദിവസം ആ അധ്യാപകൻ സാമ്പത്തിക പ്രശ്നം കാരണം മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അസുഖബാധിതനായിരിക്കാം. ഒരു നിമിഷത്തെ പെരുമാറ്റം മാത്രം കണ്ടുകൊണ്ട് മുഴുവൻ വ്യക്തിത്വവും അങ്ങനെയാണെന്ന് വിധിക്കപ്പെട്ടു. ഇതാണ് ഹോൺ എഫക്റ്റ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഒരു പുതിയ അയൽവാസി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആദ്യ ദിവസം അദ്ദേഹം അധികം സംസാരിച്ചില്ല. ഉടൻ ചിലർ പറയും, അയാൾക്ക് അഹങ്കാരമാണ്, തലക്കനമാണ്. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മനസ്സിലാകുന്നു, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. പുതിയ സ്ഥലങ്ങളിൽ സംസാരിക്കാൻ ചെറിയ മടിയുള്ള വ്യക്തി മാത്രമാണ് അദ്ദേഹം. ആദ്യ ദിവസത്തെ നിശബ്ദതയെ നാം അഹങ്കാരമായി തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഹോൺ എഫക്റ്റിന്റെ അപകടം. സോഷ്യൽ മീഡിയയിൽ ഇത് അതിലും ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ 15 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ക്ലിപ്പ് വൈറലാകുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. മുഴുവൻ കഥ എന്താണെന്ന് അറിയാതെ ആയിരക്കണക്കിന് ആളുകൾ ഇതിന് അഭിപ്രായം പറയുന്നു. ഇയാൾ മോശക്കാരനാണ്, ഇയാൾക്ക് സംസ്കാരമില്ല. പക്ഷേ പിന്നീട് മുഴുവൻ വീഡിയോ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നു, അദ്ദേഹത്തെ ആദ്യം മറ്റൊരാൾ അപമാനിച്ചതിനാണ് അയാൾ ആ പ്രതികരണം നടത്തിയത്. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ വിധിച്ചത് ഒരു മനുഷ്യനെയാണോ, അതോ വെറും 15 സെക്കൻഡ് മാത്രം കണ്ട ഒരു സംഭവത്തെയാണോ? ഇതാണ് ഹോൺ എഫക്റ്റ് നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. നമ്മുടെ തലച്ചോർ നെഗറ്റീവ് വിവരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. കാരണം പരിണാമ ചരിത്രത്തിൽ അപകടങ്ങളെ തിരിച്ചറിയുന്നത് ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല കാര്യം കാണുന്നതിനേക്കാൾ ഒരു മോശം കാര്യം കാണുമ്പോൾ തലച്ചോർ കൂടുതൽ ശക്തമായി പ്രതികരിക്കുന്നു. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഇത് പല അനീതികൾക്കും കാരണമാകുന്നു. ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് ഒരാളെ ജീവിതകാലം മുഴുവൻ മോശക്കാരനായി മുദ്ര കുത്തരുത്. ഒരു ദിവസം ദേഷ്യപ്പെട്ടതുകൊണ്ട് അയാൾ എപ്പോഴും ദേഷ്യക്കാരനാണെന്ന് കരുതരുത്. ഒരു സന്ദർഭത്തിൽ പരാജയപ്പെട്ടതുകൊണ്ട് അയാൾ കഴിവില്ലാത്തവനാണെന്ന് വിധിക്കരുത്. കാരണം ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാകുന്നത് ഒറ്റ സംഭവത്തിലൂടെയല്ല. കാലം, സാഹചര്യങ്ങൾ, ആവർത്തിച്ചുള്ള പെരുമാറ്റം എന്നിവ നോക്കിയാണ് ഒരാളെ വിലയിരുത്തേണ്ടത്. ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്ന് ഒരു തെറ്റിനെ ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നതാണ്. അതിനാൽ അടുത്ത തവണ ഒരാളെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം രൂപപ്പെടുമ്പോൾ ഒരു നിമിഷം സ്വയം ചോദിക്കണം, ഞാൻ ഈ വ്യക്തിയെ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണോ ഈ തീരുമാനമെടുക്കുന്നത്, അതോ ഒരു സംഭവം മാത്രം കണ്ടിട്ടാണോ? ഈ ഒരു ചോദ്യം മാത്രം ജീവിതത്തിൽ എടുക്കുന്ന പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചേക്കാം.